കൊച്ചി പോലൊരു നഗരത്തിൽ നമ്മളൊക്കെ സുരക്ഷിതരാണോ? കുറച്ചും കൂടെ അതിക്രമങ്ങൾ കൊച്ചിയിൽ കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. 24/7 ആളുകൾ ഇവിടെ പുറത്താണ്. സൗത്തിന്റെ ഏരിയയിലാണെങ്കിലും നോർത്തിന്റെ ഏരിയയിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഈ ലഹരി സംഘങ്ങളുടെ ഭയങ്കര ഒരു പൂണ്ടുവളയാട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടികളാണെങ്കിൽ മറ്റു പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് പോലും പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വുമൺ ആർ നോട്ട് ഈവൻ സേഫ് അറൌണ്ട് വുമൺ. കൊച്ചിയല്ല, കോഴിക്കോടല്ല, തൃശ്ശൂരാണെങ്കിലും സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുക. പോലീസുകാരെടുത്ത് ചോദിച്ചൊരു കാര്യം, എന്തിനാണ് ഈ സമയത്ത് ഇറങ്ങി നടന്നതെന്നും എന്ത് വസ്ത്രമാണ് ധരിച്ചതെന്നും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ 2026 100% ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പെൺകുട്ടികളെ കമന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വസ്ത്രധാരണോ അല്ലാതെ അവർ പുറത്തിറങ്ങിയ ഒരു സമയം അതിന് മാനദണ്ഡമാണെന്നുള്ള കാര്യമാണ് ഈ പോലീസുകാർ പറയുന്നത്. പലയിടത്തും പോലീസുകാർ അവരുടെ വണ്ടി കയറി ഒരു റൗണ്ട് അങ്ങോട്ട് ഒരു റൗണ്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് ജസ്റ്റ് നോക്കിയിട്ട് പോകും. എന്താടാ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ചോദ്യത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. കൊച്ചി പോലൊരു നഗരത്തിൽ നമ്മളൊക്കെ സുരക്ഷിതരാണോ? കഴിഞ്ഞ ദിവസം കലൂരിനടുത്ത് 2 പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. വളരെ ക്രൂരമായ രീതിയിലാണ് അവരെ ആക്രമിച്ചത്. കമൻ്റ് അടിച്ച് ജോലി കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന, പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം, ജോലി കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന കുട്ടികളെ ഒരു 7-8 അംഗ സംഘം, 11 പേരെങ്ങാനുണ്ട് തോന്നുന്നു, ഇതിലെ ഒരാൾ കമൻ്റ് അടിച്ചു. അത് ചോദ്യം ചെയ്തതും ആ വീഡിയോ പകർത്താൻ ശ്രമിച്ചപ്പോഴാണ് ഇതിലൊരു കുട്ടിക്ക് മർദ്ദനമേറ്റത്. അതും കുട്ടിയെ നിലത്തിട്ട് അതിക്രൂരമായാണ് ആക്രമിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നഗരത്തിൽ എത്രത്തോളം സുരക്ഷിതമാണ്, നമ്മളൊക്കെ എത്രത്തോളം സേഫാണ്, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, എത്രത്തോളം സേഫ്റ്റി ഉണ്ട് ഈ നാട്ടിൽ? ശരിക്കും പേടിച്ച് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയല്ലേ ഇപ്പോഴുള്ളത്? അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനിപ്പോൾ ഏകദേശം ഒരു 7-8 വർഷമായിട്ട് കൊച്ചിയിൽ നിൽക്കുന്ന ഒരാളാണ്. ആദ്യമൊന്നും അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഒരു 2018-19 കാലഘട്ടത്തിലൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. പക്ഷേ ഈ ഇടയായിട്ട് ഒരു 2-3, എനിക്ക് കൊറോണയ്ക്ക് ശേഷമൊക്കെ ആണെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ അതിക്രമങ്ങൾ കൊച്ചിയിൽ കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. ഈ അടുത്ത ഈ 3 വർഷം കൊണ്ട് തന്നെ കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ ഒരു പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ പണ്ട് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് എന്ന് പറയുന്ന പോലെയല്ല, ഇപ്പൊ പഠിക്കാൻ, ജോലിക്കും അല്ലാതെ സെറ്റിൽ ആവാൻ പോലും കുറെ ആൾക്കാർ ഇപ്പൊ കൊച്ചിയെ ആശ്രയിച്ചിട്ട് ഇപ്പൊ സെറ്റിൽഡ് ഇൻ കൊച്ചിയാണ്. സോ ആൾക്കാരും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നൈറ്റ് ലൈഫും കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ് കൊച്ചി. പക്ഷേ സ്പോട്ട് ആയിട്ടുണ്ട് കംപ്ലീറ്റ്ലി കൊച്ചി. ഇപ്പോൾ അതങ്ങനെ ആക്കണമല്ലോ, കാരണം കൂടുതൽ ആൾക്കാരും ഇവിടെ വരുന്നത് അങ്ങനെ ഒരു ഫ്രീ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു രാത്രി 10 മണിക്ക് ശേഷമാണെങ്കിലും 12 മണിക്ക് ശേഷമാണെങ്കിലും പുലർച്ചെ സമയത്തൊക്കെ ആണെങ്കിലും ആൾക്കാർ ഇത് കൂടുതലായിട്ട് ഇവിടെ അല്ലെങ്കിൽ കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് തന്നെ അധികം എപ്പോഴും നിലകൊള്ളാൻ ഉദ്ദേശിക്കുന്നത് തന്നെ കേരളത്തിൽ ഏറ്റവും നല്ല ഒരു സിറ്റി, അല്ലെങ്കിൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് കൊച്ചിയിൽ കേരളത്തിൽ എല്ലാവരും ചൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ സുരക്ഷിതം അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മളൊരു പേടിച്ചിട്ടാവണം രാത്രി കാലങ്ങളിലും അല്ലാതെയൊക്കെ പുറത്തു പോകേണ്ടത്. പണ്ടാണെങ്കിൽ ഇത്ര വലിയ രീതിക്ക് വായിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഡ്രഗ്സും അതുപോലുള്ള സംഭവങ്ങളൊക്കെ, ലഹരിയുടെ ഉപയോഗം കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല. കുട്ടികൾക്കിടയിലാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കിടയിലാണെങ്കിലും ഈ ലഹരി ഉപയോഗം കൊണ്ടാണെന്ന് അറിയില്ല, ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ പേടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി എത്രത്തോളം പുരോഗമനം പറയുകയാണെങ്കിലും എത്ര ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും ബാക്കിയുള്ളവരെ പേടിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈയിടെയായിട്ടല്ല, മുമ്പും ഇത്തരം പ്രശ്നങ്ങൾ മുമ്പൊക്കെ ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കേട്ട കഥകളും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ വേറൊരു വ്യത്യാസമുണ്ട്. മുമ്പ് ഇത്രത്തോളം പോപ്പുലേഷനോ അല്ലെങ്കിൽ ഇത്രത്തോളം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുള്ളൊരു അവസരങ്ങൾ കുറവല്ല, പക്ഷെ മെജോറിറ്റിയിൽ കുറവായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ചും കൂടെ കുറെ ആൾക്കാരില്ലേ കൊച്ചിയില്. ഇവിടെ മാത്രം എന്താണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ എന്നുള്ളത് ചർച്ചയാകേണ്ട അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഒട്ടും സേഫ്റ്റി ഇല്ലാത്തത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നതും സെറ്റിൽ ആവാൻ വേണ്ടി വരുന്നതും പഠിക്കാൻ വരുന്നതും. ഇപ്പോൾ പഠിക്കാൻ വരുന്ന പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾ വരെ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വരുന്നത് ഇവിടെ സേഫാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളൊരു രീതിക്കാണ്, ഫ്രീ ലൈഫ് അല്ലെങ്കിൽ അത്തരം ലൈഫ് ഇവിടുന്ന് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തും കൂടിയാണ് വരുന്നത്, പഠിക്കുകയും ചെയ്യാം എന്നുള്ളൊരിതിൽ. അത്തരം കുട്ടികൾ വരുമ്പോൾ അല്ലെങ്കിൽ യുവാക്കൾ യുവതികൾ കുട്ടികളായിക്കോട്ടെ വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഇവിടെ സേഫാണെന്നുള്ളൊരു, കാരണം ഇവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആളുകൾ പുറത്തുണ്ട് എപ്പോഴും. 24/7 ആളുകൾ ഇവിടെ പുറത്താണ്. അപ്പോൾ ഒരു സേഫ് ആയിരിക്കും ആളുകളുടെ ഇടയിൽ എന്നുള്ളൊരു ധാരണ കൊണ്ട് പോലും പുറത്ത് വരുന്നുണ്ട്.
പക്ഷേ ഇതിൻ്റെ ഇടയിൽ വന്ന് പെട്ടുപോകുമ്പോഴാണ് അറിയുന്നത് ഓക്കെ ഇപ്പം ഞാനാണെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിൽ ഒരു പേടി ഉണ്ടാവും. കുറേ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ് നാട്ടിൽ നിന്ന് വരുന്നു, ഇവിടെ വന്നിട്ട് അടിച്ചു പൊളിക്കുന്നു, ആഘോഷിക്കുന്നു, ഇവിടെ എന്തോ വലിയ സംഭവമാണ്, കൊച്ചിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ലൈഫ് ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് കുട്ടികൾ. പക്ഷേ ആസ്വദിക്കാൻ വരുമ്പോൾ പോലും അവരുടെയൊക്കെ ഒരു രീതിയിൽ, അവരുടെയൊക്കെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ആസ്വാദനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കുക എന്ന് പറയുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും ഇങ്ങനെ ഒരു കാര്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണെന്നാണ് പലരുടെയും ധാരണ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാൽ പോലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമത്തിലൊക്കെ ആ സംഘത്തിൽ 2 പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ കുട്ടികൾ ആരും പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ഈ പെൺകുട്ടികളാണെങ്കിൽ മറ്റു പെൺകുട്ടികൾ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് പോലും പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വുമൺ ആർ നോട്ട് ഈവൻ സേഫ് അറൗണ്ട് വുമൺ. അതും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ തുറിച്ചുനോട്ടങ്ങളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അതിപ്പോൾ എല്ലാ സിറ്റിയിലും അങ്ങനെ തന്നെയാണ്, കൊച്ചിയിലെന്ന് മാത്രമല്ല. പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ്. ഒട്ടും സേഫ് അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പിങ്ക് പോലീസൊക്കെ ഒരുപാട് സിറ്റിയിൽ അല്ലെങ്കിൽ എനിക്കറിയാം നമ്മുടെ വൈറ്റില ഭാഗത്തൊക്കെ എല്ലാ ടൈമിലും പിങ്ക് പോലീസ് ഉണ്ടാവാറുണ്ട്. വൈറ്റില ഹബിന്റെ അവിടെയൊക്കെ ആയിട്ട് പിങ്ക് പോലീസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വൈറ്റില ഭാഗത്തിനേക്കാളും കൂടുതൽ ഒരു നൈറ്റ് ലൈഫ് ഉള്ള മേഖല എന്ന് പറയുന്നത് കല്ലൂര്, കാക്കനാട്, JLN ഭാഗം, എടപ്പള്ളി, ഈ ഭാഗത്തൊക്കെയാണ് കുറച്ചും കൂടെ നൈറ്റ് ലൈഫ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ആ ഭാഗം ചുറ്റിപ്പറ്റി കുറച്ചും കൂടെ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പോലീസ് ഇല്ല എന്നല്ല, അവർ മോണിറ്റർ ചെയ്യുന്നില്ല എന്നല്ല. പക്ഷേ ഈ ഭാഗ കല്ലൂരാണെങ്കിലും നോർത്ത് ആണെങ്കിലും JLN ആണെങ്കിലും എടപ്പള്ളി ആണെങ്കിലും ഇവിടെ കുറച്ചും കൂടെ ആൾക്കാരുടെ കാക്കനാടൊക്കെ ഭയങ്കര ആൾക്കാർ കൂടുതലാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം നടന്നത് കല്ലൂർ ഭാഗത്താണ്. ഈ കല്ലൂർ ഭാഗത്തും ഇതിലൊക്കെ കുറച്ചും കൂടെ പോലീസ് പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ പിങ്ക് പോലീസോ അല്ലാത്ത രീതിയിലുള്ള വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കെന്ന് മാത്രമല്ല പുരുഷന്മാർക്കും ഇപ്പോൾ പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് തന്നെ കുറേ അടിയും പിടിയും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. രാത്രിയാണെങ്കിലും സൗത്തിൻ്റെ ഏരിയയിലാണെങ്കിലും നോർത്തിൻ്റെ ഏരിയയിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഈ ലഹരി സംഘങ്ങളുടെ ഭയങ്കര ഒരു പൂണ്ടുവളയാട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു കുറവോട് കൂടിയിട്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പകുതി മുക്കാലും ഒരു കുറവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസിന്റെ കേസ് പറഞ്ഞുകൊണ്ട് പറയാനാണ്. ഈ കുട്ടികളെ മഹാരാജാസിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്നിട്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വാർത്തകളിൽ ഈ കുട്ടികൾ കൊടുത്ത ബൈറ്റിൽ ഇവർ പറയുന്നുണ്ട് പോലീസുകാർ വന്നിട്ട് 2 പേര് വന്നു. അതിൽ ഒരാൾ വളരെ മാന്യമായിട്ടാണ് പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി 2 കുട്ടികളുടെ അടുത്ത് സംസാരിച്ചു. കുട്ടികളുടെ ശാരീരികാവസ്ഥ ബുദ്ധിമുട്ടാണ്, മാനസികാവസ്ഥ അതിലും മോശമാണ്. അത്തരത്തിലുള്ള കുട്ടികളുടെ അടുത്ത് പോലീസുകാരെടുത്ത് ചോദിച്ചൊരു കാര്യം, എന്തിനാണ് ഈ സമയത്ത് ഇറങ്ങി നടന്നതെന്നും എന്ത് വസ്ത്രമാണ് ധരിച്ചതെന്നും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ 2026 100% ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സകല സ്വാതന്ത്ര്യങ്ങളും ആഘോഷിക്കുന്ന, അതൊക്കെ അത്രയും കൊണ്ട് നടക്കുന്ന നമ്മളെടുത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട പോലീസുകാർ ചോദിച്ച ചോദ്യമാണ് നിങ്ങളിട്ട വസ്ത്രം എന്തായിരുന്നു എന്നുള്ളത്. ശരിക്കും അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം അവിടെ എന്തായിരുന്നു? ഒരു എന്താ പറയുക, എത്ര വലിയ പോലീസുകാരാണെങ്കിലും ബുദ്ധിബോധം എന്നുള്ള വിവരവും വിവേകവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവിടെ തന്നെ നമുക്ക് മനസ്സിലായി. ഇത്തരം അവസ്ഥയിൽ കിടക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കേണ്ട ചോദ്യമാണോ അതെന്നുള്ളത്? അല്ല, അവർ ചോദിച്ചതിനുള്ള ബാക്കിയുള്ള റീസൺ ഇതായിരിക്കും. ഒരു 2 പെൺകുട്ടികളെ കമന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വസ്ത്രധാരണോ അല്ല അവർ പുറത്തിറങ്ങിയ ഒരു സമയം അതിന് മാനദണ്ഡമാണെന്നുള്ള കാര്യമാണ് ഈ പോലീസുകാർ പറയുന്നത്. ഞാൻ എന്തിടണം നീ എന്തിടണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, അല്ലാതെ പോലീസുകാരല്ല. ഇത് കമന്റ് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അവരാണ്. മീൻസ് അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളൊരു കാര്യം. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാർ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭരണഘടനയിൽ എന്ത് വിശ്വാസം ഉണ്ടാവുക? ഒരുവിധം കോടതിയിലുള്ള ഇപ്പം നമ്മളൊക്കെ ഒരുപാട് ഇത്തരം കേസുകൾ കാണുന്നതാണ്. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ വാർത്താ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, 2 ദിവസം കഴിയുമ്പോൾ അതിന് ആ കെട്ടടങ്ങും. പക്ഷേ അത് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം വരും. എന്തുകൊണ്ടാണ് പോലീസുകാർ ഇത്രത്തോളം, പോലീസുകാരെന്നുള്ളതല്ല ഇവിടുത്തെ മറ്റധികാരികൾ എന്തുകൊണ്ടാണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത്രയും പിന്നോട്ടാവുന്നെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഇനിയും ഒരുപാട് പേര് വരാനിരിക്കുന്നുണ്ട് ഈ നഗരത്തിലേക്ക്. ഇത്രയും വലിയൊരു മെട്രോ സിറ്റിയിൽ 24/7 ഇത്രയും ആക്റ്റീവായിട്ടുള്ളൊരു സിറ്റിയിൽ ആരും സേഫ് അല്ല. ഇപ്പോൾ നമ്മൾ സിനിമകളിൽ മാത്രമേ ഈ ഗുണ്ടാവിളയാട്ടമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് കാണാം റൂട്ടിൽ നിന്ന് തല്ലുണ്ടാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ലാതെ വെറുതെ പോയി ആക്രമിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പോലീസുകാരുണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇപ്പം നൈറ്റ് ലൈഫൊക്കെ ഒരുപാടുണ്ടെന്ന് പറയുന്ന കൊച്ചിയിലെ പല മേഖലകൾ പല ഭാഗത്തും പോലീസുകാരുണ്ടെങ്കിൽ പോലും പോലീസുകാർ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ.
പലയിടത്തും പോലീസുകാർ അവരുടെ വണ്ടി കയറി ഒരു റൗണ്ട് അങ്ങോട്ട് ഒരു റൗണ്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് ജസ്റ്റ് നോക്കിയിട്ട് പോകും. എന്താടാ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ചോദ്യത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മളിവിടെ സംസാരിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ പിങ്ക് പോലീസിൻ്റെ ഒരു ശ്രദ്ധക്കുറവാണെന്നാണോ അതോ അവരുടെ ഇടപെടലുകൾ വളരെ മോശമാണെന്നാണോ എന്താ അറിയില്ല. പിങ്ക് പോലീസിനെ അങ്ങനെ അധികം സിറ്റിയിൽ കാണാറില്ല. കാണും ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ വൈറ്റില ജംഗ്ഷൻ ഒക്കെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കണ കാണാം. ഒരു പ്രശ്നം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് നോക്കി പോകുന്ന ഒരു പ്രവണതയും കണ്ടിട്ടുണ്ട്. അല്ലാതെ അതിന് ഇടപെട്ട് പ്രശ്നം സോൾവ് ആക്കി അല്ലെങ്കിൽ ഈ പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനത്തെ ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. രാത്രി ഇപ്പം നമ്മളൊക്കെ രാത്രിക്ക് ഒരുപാട് ഇറങ്ങി നടന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊന്നും എവിടെയും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പലതവണ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പോലീസുകാരൊക്കെ പലപ്പോഴും ഉണ്ടാവും. പക്ഷേ പോലീസുകാരുണ്ടെന്ന് കണ്ടാൽ പോലും തല്ല് നിർത്താത്ത കുറച്ച് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾ വെറുതെ കടന്ന് തല്ലുകൂടുണ്ടെങ്കിലും അപ്പുറത്ത് പോലീസ് ഉണ്ടെങ്കിലും ഇവർക്കൊരു പേടിയില്ല. സത്യം പറഞ്ഞാൽ പണ്ട് പോലീസുകാരെ കാണുമ്പോൾ ആളുകൾക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പേടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പെട്രോളിംഗ് കുറച്ചും കൂടി സജീവമാക്കുക, കുറച്ചും കൂടി ഊർജിതമാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല പഴയ പോലെ പോലീസുകാരെ പേടിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക്. കാരണം എന്ത് ചെയ്താലും രക്ഷപ്പെട്ട് പോരാം, ഊരി പോരാം എന്നുള്ളൊരു മനോഭാവം പലരിലുള്ള, പ്രത്യേകിച്ച് ജെൻസികളിൽ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ എന്താണ്, നിയമങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടതാണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു അങ്ങനെയൊക്കെ ഒരു മനോഭാവമാണ്. ചെയ്തു കഴിഞ്ഞാലും 2 ദിവസം കൊണ്ട് പെട്ടെന്ന് പുറത്തിറങ്ങാം എന്നുള്ളൊരു ധാരണ പലരിലുണ്ട്. അത് പേടിയില്ലാഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ പോലീസുകാരെ പേടിക്കണം എന്നുള്ളതല്ല, പക്ഷെ ഇത് കുറച്ചും കൂടി ഊർജിതമാക്കി കഴിഞ്ഞാൽ, നിയമങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ത്രീ സുരക്ഷ ആയിക്കോട്ടെ, സ്ത്രീകളത് മാത്രമല്ല എടുത്ത് പറയുന്നത്, സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും എന്നുള്ളതാണ്. പോലീസുകാരെ അലസരായി കഴിഞ്ഞാൽ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെ ഒന്ന് മാറി വരെ തന്നെ വേണം. പിന്നെ ജെൻസികളുടെ കാര്യം എടുത്തു പറയണം. ഒരിക്കലും ഈ നാട്ടിലേക്ക് വരുന്നത് പഠനത്തിന് വേണ്ടി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു പോയൊരു കാര്യം തന്നെയാണ് ജീവിതം ആസ്വദിക്കാൻ. ലഹരിയോ ഗുണ്ടാവിളയാട്ടോ അല്ലെങ്കിൽ ഇത്തരം അക്രമങ്ങൾ കാണിക്കുന്നതോ അല്ല പുതിയ തലമുറയ്ക്ക് ആവശ്യം. അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി കൊച്ചിയല്ല, കോഴിക്കോടല്ല, തൃശ്ശൂരാണെങ്കിലും സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുക. അതുപോലെ തന്നെ ഇതൊരു നൈറ്റ് ലൈഫൊക്കെ കൂടുതൽ വ്യാപുലമാകാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ്. എനിക്ക് മിക്കവാറും ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന 3-4 സ്ഥലങ്ങൾ എന്തായാലും കുറച്ചും കൂടെ ഡെവലപ്ഡ് ആകും. കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ നഗരങ്ങളും ആ രീതിയിലാവും. എല്ലാ നഗരങ്ങളാവും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത് 4 എന്തായാലും കുറച്ചും കൂടെ ഡെവലപ്ഡ് ആവാൻ പോകുന്ന ഒരു സ്ഥലങ്ങളാണ്. ഇതിൽ കൂടുതൽ നൈറ്റ് ലൈഫ് ഇനി എന്തായാലും വരാനിരിക്കുന്ന ഒരു സ്ഥലങ്ങളും കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണ്ടിയിട്ടുള്ള സുരക്ഷകൾ എത്രത്തോളം വളരുന്നോ അത്രത്തോളം സുരക്ഷ എന്നുള്ള രീതിയിൽ ക്രമീകരിക്കപ്പെട്ടേ പറ്റൂ. അല്ലാത്ത രീതിക്ക് ഇത് ഒരു വിധത്തിലും ഒതുങ്ങി പോകാൻ സാധ്യതയില്ലാത്തൊരു സാധനമാണ്. സോ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ പോലീസ് പ്രൊട്ടക്ഷൻ ആണെങ്കിലും അതിനനുസരിച്ച് വളർത്തുക. എനിക്ക് തോന്നുന്നു ഇവരിപ്പോഴും ഒരു 5 വർഷം പിന്നിൽ എങ്ങനെയാണോ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ 5 വർഷത്തിന് ശേഷം ഈ 2025-26 കാലഘട്ടത്തിൽ ഇപ്പോഴും അതേ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നഗരം മാറിയെന്നും നഗരത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്, സുരക്ഷ കുറച്ചും കൂടെ കൂട്ടണം അല്ലെങ്കിൽ കുറച്ചും കൂടെ കടുപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ, കടുപ്പിക്കണം ഇൻ ദ സെൻസ് ഓഫ് നൈറ്റ് ലൈഫ് ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ ആൾക്കാർ പുറത്തിറങ്ങരുതെന്നല്ല, ഈ പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക് വേണ്ട വിധത്തിലുള്ള സുരക്ഷ അധികൃതർ ഉറപ്പാക്കണം. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ നൈറ്റ് ലൈഫിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയണം. ഇനി അങ്ങോട്ട് എല്ലാവരും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജീവിതം ആസ്വദിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകളെ വീട്ടിലിരുത്താൻ അല്ലെങ്കിൽ അടിച്ചോടിക്കാൻ ശ്രമിക്കാതെ അവർക്ക് വേണ്ട സേഫ്റ്റികൾ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ട് പോലീസുകാർ ഒരു സമയമായി കഴിഞ്ഞ ആളുകളെ അവിടുന്ന് ആട്ടി ഓടിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ആട്ടി ഓടിച്ച് നിർബന്ധിച്ച് അവരവിടുന്ന് പറഞ്ഞയക്കുന്നതിന് പകരം അവരിയ്ക്കുന്നിടം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ പ്രൊട്ടക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ നല്ല രീതിക്ക് എനിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസുകാർ കുറച്ചും കൂടെ വരണം, നല്ല രീതിക്കുള്ള സുരക്ഷകൾ ഉറപ്പാക്കണം. എനിക്കൊന്നും അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഈ നാട്ടിൽ വന്നാൽ തന്നെ ഒരുപാട് യുവാക്കൾ നാട്ടിൽ തന്നെ നിൽക്കുമല്ല, അതിന് UK-ലേക്കും US-ലേക്കും ഇറങ്ങി പോകേണ്ട ഒരു ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇവിടെ നല്ല രീതിക്കുള്ള ലൈഫും കാര്യങ്ങളും ബെറ്റർ അറ്റ്മോസ്ഫിയറും കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജെൻസികളാണെങ്കിലും യൂത്ത് ആണെങ്കിലും ഇവിടെ തന്നെ നിലനിൽക്കുന്ന ഒരു സംഭവം വരും. ഇതിപ്പം ഇതുപോലുള്ള അതിക്രമങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ പോലീസുകാർ ചോദിച്ച ചോദ്യം തന്നെ പറഞ്ഞല്ലോ, എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, എന്തിനാ ഈ സമയത്ത് പുറത്തിറങ്ങി, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടും ജീവിക്കാനുള്ള ഒരു താല്പര്യക്കുറവ് ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പുറത്തെ ലൈഫ് ചൂസ് ചെയ്ത് പോകുന്നത്. ഇവിടെ അതിനുള്ള ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും നല്ല രീതിക്കുള്ള ഒരു പ്രൊട്ടക്ഷനും നമുക്കൊരു സുരക്ഷയും നമുക്കൊരു കോൺഫിഡൻസും തരുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിലനിൽക്കും, ഇവിടെ തന്നെ ജീവിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാധനം ഇനിയും കുറച്ചും കൂടെ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവന്നാൽ ഇതിനുള്ള ഒരു നല്ല പരിഹാരമായിട്ട് കാണും. ഇപ്പോൾ ഇരിക്കുന്ന പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൂടുതൽ ഊർജിതമാക്കുക, നല്ല രീതിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.